കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ കമലയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവൻ ശേഖരനെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുവാണ്. മേലാൽ ഇനി നീ ചാരങ്ങാട്ട് പിന്നെ പടി കയറിക്കരുത്, നിന്റെ മുട്ടുകാൽ തല്ലി ഒടിക്കുമെന്ന് പറയാം. തങ്കച്ചി വന്നിട്ട് പറഞ്ഞു, എന്നാലും നമ്മുടെ മോനിലെ ഒരക്ഷരം മിണ്ടി പോയേക്കരുത്, നിന്നെ കൂടെ ഞാൻ പുറത്താക്കും. അവൻ ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ട് അത് ഈ എന്നോട് ചതി ചെയ്തിരിക്കുന്നു. നിന്റെ പേര് പോലും ഞാൻ റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റാൻ പോവാ. എന്നാൽ നിനക്ക് എങ്ങനെ തോന്നിയിടാ? ഒരു കാരണവശാലും നീ പഠിക്കാത്ത കയറില്ല, നീ എവിടെ വെള്ളം പൊക്കോ, എങ്ങോട്ട് വെള്ളം പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ഒരു കമ്പനി പോലും നീ കയറിപ്പോയേക്കല്ല എന്ന് പറഞ്ഞ് ശേഖരനെ പുറത്താക്കിയിട്ട് കഥ അങ്ങോട്ട് അടയ്ക്കുവാണ്. ഈ സമയം തങ്കച്ചിക്ക് വല്ലാത്ത വെപ്രാടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹാദേവൻ ഇത്ര ദേഷ്യത്തോടെ കണ്ടിട്ടും കൂടെ ഇല്ല. അതേപോലെ ദേഷ്യമായിരുന്നു മഹാദേവന്. പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവാ. ഗൗരിക്ക് ശങ്കരനൊന്നും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല. കാരണം ഇത് ഇച്ചിരി കുറഞ്ഞു പോയെന്നാ അവർക്ക് തോന്നി. ഇത് പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. പിന്നീട് ഗൗരി മുറിയിലേക്ക് എന്നിട്ട് കമലയ്ക്ക് മരുന്നെടുക്കുവാണ്. മരുന്നെടുത്തിട്ട് കമലയുടെ കൈ കൊടുത്തപ്പം കമല അത് വാങ്ങിച്ചു. പക്ഷെ കഴിക്കണില്ല. ഇതെന്താ കമലയുടെ അടുത്ത് വെച്ചോണ്ടിരിക്കണേ? ദേ ആ മരുന്ന് അങ്ങോട്ട് കഴിക്കാൻ പറയാം. ആ വെള്ളവും മരുന്നും കൈ പിടിച്ചോണ്ടിരിക്കുക. അത് ഞാൻ കഴിക്കാട്ടോ. ഇത് കമലയുടെ അടുത്ത് കഴിക്കൂന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എടുത്തു തന്നെ. ഇപ്പൊ എന്താ പറ്റി? എനിക്ക് വാക്കെന്നാ കമലയുടെ അടുത്ത് കഴിക്കാന്ന്. ആ മെഡിസിൻ കഴിക്കാൻ പറയാം. അതെ എനിക്കെന്തോ ഞാൻ കഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഉറങ്ങിപ്പോവല്ലേ. അത് ഉറങ്ങിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ കരയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷെ എന്നെ കാണാതെ അവർക്ക് സങ്കടമാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അന്വേഷിക്കില്ലേ? അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഗൗരി. അതൊന്നും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമവും വേണ്ട. അത് ഒന്നും രണ്ടും അല്ല, 5 കുഞ്ഞുങ്ങൾ എന്റെ ചുറ്റും ഇരുന്ന് കരയണേ. അപ്പൊ എനിക്ക് അവരുടെ കരച്ചിൽ കേൾക്കാൻ പറ്റില്ല. ഗൗരി കമലടുത്ത് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ? കമലടുത്ത് ഉറങ്ങിക്കോ, ആ ഗുളിക കഴിക്കാൻ പറയാം. അങ്ങനെ അവസാനം മെഡിസിൻ ഒരു വിധത്തിൽ കഴിപ്പിച്ച് കമല കടന്നും പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല. കമലയുടെ അടുത്തേക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും പറയാൻ തലമുടിയെ പതുക്കി ഇങ്ങനെ തലോടുമ്പം കമലയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അപ്പൊ സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു കൊടുത്ത്. അത് കഴിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൗരി കമല എടുത്തിരിക്കുന്ന സമയത്ത് ശങ്കർ അങ്ങോട്ട് വരുന്നേ. ശങ്കർ വന്നിട്ട് മെഡിസിൻ കഴിച്ചു. ഇനിയിപ്പോ ആ ഉറക്കഗുളിക കൊടുത്തോണ്ട് അതിന്റെ ഇതിലെ കിടന്ന് ഉറങ്ങിക്കോളും. അന്നൊരു കാര്യം ചെയ്യും, കഥക് പതുക്കെ ചാരി ഇട്ടാൽ മതി കേട്ടോ. ബാ പോകാന്ന് പറയണം മുറിയിലേക്ക്. ഞാൻ വരുന്നില്ല ശങ്കർ. അതെന്താ? ഞാൻ ഇന്ന് കമലടുത്തിന്റെ അടുത്തിരുന്നോളാം. ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലെന്നേ. കമലടുത്ത് കുഴപ്പമില്ല, കമലടുത്ത് കിടന്ന് ഉറങ്ങുമല്ലേ. അതല്ല ശങ്കറെ, പിന്നെന്താ കുഴപ്പം? കമലടുത്ത് ഉറക്കത്തിൽ നിങ്ങളുടെ ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയാൻ പറ്റില്ല, മൈൻഡ് എങ്ങനെയാന്ന്. അതുകൊണ്ട് ശേഖരേട്ടനും ഇല്ലല്ലോ, ഞാനിവിടെ ഇരുന്നോളാം. അപ്പൊ നീ ഇന്ന് ഉറങ്ങുന്നില്ലേ? വേണ്ട, കമലടുത്തേക്ക് വേണ്ടി ഞാനിന്ന് ഉറങ്ങാതിരിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ചിലപ്പോൾ അനുഭവം തോന്നിയൊരു കാര്യമുണ്ട് ഗൗരി. നീ എത്രമാത്രം ത്യാഗമാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കമലടുത്തേക്ക് വേണ്ടി തന്നെ കണ്ടില്ലേ. ഇത് ത്യാഗമൊന്നും എനിക്ക് തോന്നുന്നില്ല. കമലടുത്തെ രക്ഷിക്കേണ്ട നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ കുടുംബത്തിലൊരു അംഗമല്ലേ ഇത്. കമലടുത്തേക്കെന്നല്ല, എനിക്ക് ആർക്ക് വന്നാൽ പോലും എനിക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും. എനിക്ക് അവരെ തള്ളിക്കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാം. അത് കാര്യം ചെയ്യാം, നീ കിടന്നുറങ്ങിക്കുക, ഞാനിവിടെ ഇരുന്നോളാന്ന് പറയാം. അങ്ങനെ ഗൗരിയെ പിടിച്ച് മടിയിലേക്ക് കിടത്തിയിട്ട് ശങ്കർ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഗൗരി പതുക്കെ കണ്ണടച്ചുറങ്ങി. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശങ്കറിന് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഹാള് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് അങ്ങോട്ട് തങ്കച്ചി വരുന്നേ. തങ്കച്ചിനെ കാണുന്നത്. ഇതെന്താ അമ്മയ്ക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. എങ്ങനെ ഉറങ്ങാനാടാ, അമ്മാതിരി കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്ത് നടന്ന അമ്മ പറഞ്ഞേ? അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നമുള്ള? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലേ. നിന്റെ ഏട്ടൻ പുറത്താ, അവനിപ്പൊ എവിടെയാ എന്താന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഓ അതാണ് കാര്യം. ഏട്ടന് കിട്ടാണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. എന്നാലും നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? നിന്റെ സ്വന്തം ചോരയല്ലേടാ അത്. സ്വന്തം ചോരയൊക്കെ തന്നെയാ. പക്ഷെ ഏട്ടൻ കാണിച്ച വഴിയുണ്ടല്ലോ, അത് എത്ര മോശമാണെന്നറിയോ? പാവം കമലേട്ടത്തി അവരുടെ മോഹങ്ങളൊക്കെ തല്ലി താർത്തില്ലേ. അത് ഒരു കുഞ്ഞില്ലാന്ന്, അല്ല ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് ആ കള്ള റിപ്പോർട്ടും ഉണ്ടാക്കിയില്ലേ. എന്നാലും അവൻ പാവം അല്ലേടാ. അവനൊരു പൊട്ടബുദ്ധിക്കാരനാന്ന് പറയാം. പിന്നെ പൊട്ടബുദ്ധിക്കാരനൊന്നുമല്ല, ശരിക്കും നല്ല ബുദ്ധി. എന്നെക്കാളും ഒക്കെ ഇരട്ടി ബുദ്ധിയുണ്ട് ശേഖരേട്ടന്. അതുകൊണ്ടല്ലേ അങ്ങനെ കള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത്. അതിന് മാത്രം ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ സാധാരണ ബുദ്ധി ഇല്ലാത്തവരാണ് അങ്ങനത്തെ പരിപാടികളൊന്നും ഒരിക്കലും ചെയ്യില്ലമ്മേ. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയല്ലേ ഏട്ടനും വളം വെച്ച് കൊടുക്കുന്നേ. അപ്പൊ അനുഭവിച്ചോളാൻ പറയണം. എന്നാലും നിന്റെ പെണ്ണുമ്പുള്ള വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നേ. ഇതിനു മുമ്പ് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? അതെ, അവൾക്ക് വിദ്യാഭ്യാസം വിവരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടും പ്രതികരിക്കും. അമ്മയുടെ കമലടുത്ത് മുമ്പാണെങ്കിൽ അമ്മ പറയുന്ന എല്ലാം അനുസരിച്ച് ഓച്ചാനിച്ച് നിൽക്കല്ലേ ഉള്ളൂ. ഇപ്പൊ കമലടുത്ത് തിരിഞ്ഞാണ്ടോ? കമലടുത്തേക്ക് ഡിപ്രഷൻ വന്നാണ്ടോ? ഇത്രയും നാളും അനുഭവിച്ച യാതനകളാ. അതുകൊണ്ട് ഇനി കൂടെ ഒന്നും പറയണ്ട. അതേ മോനെ, നീ എങ്ങനെ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കയറ്റാൻ നോക്ക്. ഞാനൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ തിരിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. ശേഖരേട്ടൻ പുറത്തോളം നടക്കട്ടെ, അതേ ഈ കുടുംബത്തിന് നല്ലതെന്നും പറഞ്ഞ് ശങ്കർ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് പുറത്ത് പോസ്റ്റ് വാൻ വന്നു.
പോസ്റ്റ്മാൻ വന്ന് കോളിമേൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ശങ്കർ കയറിപ്പോയി. ശങ്കർ പെട്ടെന്ന് തിരിച്ചിറങ്ങിയത് ഇതാരാ പോലും വന്നിറങ്ങി നോക്കി പോസ്റ്റ്മാനാ. കത്തടെന്ന് പറയാം. കത്തോ? അത് ഇപ്പോഴോ? അത് കൊള്ളാലോ. ആറ് ഗൗരിക്കാന്ന് പറയണ. ഗൗരി ശങ്കർ. ഗൗരി എൻ്റെ ഭാര്യ അകത്തുണ്ടെന്ന് പറയാം. അല്ല അവരെയൊന്ന് വിളിക്കാം, ഒരു കത്ത് കൊടുക്കാൻ. ഇത് തന്നാൽ മതി, ഞാൻ അവരുടെ ഭർത്താവെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ ശങ്കറിനെ കത്ത് കൊടുത്തിട്ട് പോവാം. ഇതാരായിരിക്കും പോലും കത്തയച്ചേ? ഇപ്പൊ എല്ലാരും ഫോൺ വിളിക്കാറിലേക്കല്ലേ ഉള്ളൂ, കത്തയക്കാറുണ്ടോ? ശരി, കൊണ്ടേ കൊടുക്കാം. എന്ന് നോക്കിയാലോ പൊട്ടിച്ചേ? വേണ്ട, അവൾക്ക് വന്ന കത്ത് പൊട്ടിച്ചു വായിക്കുന്നത് മോശമല്ലേ? ശങ്കറിന്റെ മനസ്സനുവദിക്കുന്നില്ല. പൊട്ടിച്ചു നോക്കിയേക്കാം. അങ്ങനെ ശങ്കർ ആ കത്ത് പൊട്ടിച്ച് നോക്കുമ്പോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നേ, ഗൗരി ഇനി നിനക്ക് 10 ദിവസം ആയുസുള്ളെന്നാണ്. 10ാം ദിവസം നിന്നെ ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുമെന്ന്. ഇത് വായിച്ചതും ശങ്കർ ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു. ഇത് ആരെ പോലും ഇങ്ങനെ എഴുതിയത്? ഒരു പക്ഷേ ഗൗരിക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ധ്രുവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവനാണ് മരിച്ചു അടിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി ശങ്കറിന്. ഗൗരി എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം. വേണ്ട, നേരെ അജിത്തിനും ജോജിനും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അജിത്തിന്റെ ജോജിന്റെ അടുത്ത് നിന്നിട്ട് ശങ്കർ ഈ കാര്യങ്ങളൊക്കെ പറയാം. കത്തും കാണിച്ചു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അജിത്ത് പറഞ്ഞു, അല്ല ബായി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഗൗരി അടുത്തേക്ക് ആ പാടെയുള്ള ശത്രു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നേ ധ്രുവനല്ലേ? അപ്പം വേറെ ആരെയും ഇനിയിപ്പൊ ഇങ്ങനെ കത്തെഴുതാനായിട്ട്? അറിയത്തില്ലടാ അജിത്ത്, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ ഗൗരി അടുത്ത് അറിഞ്ഞോ? ഇല്ല. കൃത്യം എന്റെ കയ്യിൽ ഈ കത്ത് കിട്ടിയതുകൊണ്ട് ഞാനിത് പൊട്ടിച്ചു വായിച്ചു. അതായിട്ടാ നിങ്ങളുടെ അടുത്തേക്ക് വന്നേ. ഗൗരിയുടെ കയ്യിലെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഗൗരി എന്നോട് പറയത്ത് പോലും ഇല്ലായിരുന്നു ഇത്. അത് ശരിയാ. പക്ഷെ ഈ സമയം ജോജി പറഞ്ഞു, എനിക്കൊരു സംശയം ഭയ. എന്താ? അല്ല, ആ ധ്രുവന അന്ന് ഗൗരിയുടെ അടുത്ത് ഒരു സംശയം പറഞ്ഞില്ലേ, ധ്രുവന ജീവിച്ചിരിപ്പണ്, ധ്രുവനെ കണ്ടെന്നു. ഒരു പക്ഷെ ധ്രുവൻ മരിച്ചിട്ടില്ലെങ്കിലോ? അയത്ത് പറഞ്ഞു, നീ എന്ത് പൊട്ടത്തരാടാ പറയണേ? അവൻ മരിച്ച് മണ്ണടിഞ്ഞല്ലേ, പിന്നെ അവൻ എന്നാ എഴുന്നേറ്റ് വരുമോ കുഴിയെന്ന് ചോദിക്കുകയാണ്. അല്ല, പറയാൻ പറ്റില്ല, അവന്റെ കാര്യമായതുകൊണ്ടേ. ഒരു കാര്യം, നമുക്ക് ആ വഴിയിൽ അങ്ങ് അന്വേഷിച്ചാലോ? അല്ല, അന്ന് ഗൗരിയുടെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞാൽ ബാറിന്റെ അവിടെ വെച്ചല്ലേ, നമുക്ക് അവിടെ ഒന്ന് നോക്കിയാലോ? അത് ശരിയാന്ന് തോന്നി. അങ്ങനെ 3 പേരും കൂടെ ബാറിലേക്ക് അന്വേഷിക്കാൻ പോവാണ്. അവിടെ ചെന്ന് CCTV ദൃശ്യങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാലോ, ആ കണ്ടെന്ന് പറയുന്ന വെച്ച സ്ഥലത്ത്. അങ്ങനെ അവിടെ ചെന്ന് അയാളെ കാണുവാണ്. മാനേജറെ കണ്ടു. മാനേജർ പറഞ്ഞു, സാധാരണ ഇങ്ങനെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസുകാർ ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പം ചാരങ്ങാട്ട് മഹാദേവന്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നോക്കാന്ന് പറയാണ്. അങ്ങനെ ഞാൻ നോക്കാനായിട്ട് എടുക്കുവാണ്. അപ്പൊ ഇവര് പറഞ്ഞ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ നോക്കാൻ തുടങ്ങിയതിന് പുള്ളിക്കാരൻ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ആ ഭാഗത്ത് CCTV ഇല്ലെന്ന് പറയാണ്. CCTV ഇല്ലേ? അതിപ്പോ ഇവിടെ വരുന്ന ആൾക്കാരുടെ അവർക്കിവിടെ പ്രൈവസി വേണമല്ലോ, ഏതൊരു ഭാഗത്ത് പ്രൈവസി വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവിടെ മാത്രം CCTV വെച്ചിട്ടില്ലെന്ന് പറയാം. പെട്ടു, ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ അവരവിടെ എഴുന്നേക്കുക. അപ്പം ശങ്കർഭായി ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. എന്ത് ചെയ്യാനാ? എന്തായാലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. പക്ഷെ CCTV ദൃശ്യങ്ങളില്ലല്ലോ, അതില്ലാതെ നമുക്കിനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ദൃശ്യങ്ങളുണ്ടായാൽ മാത്രം മതിയായിരുന്നു. ഈ സമയം അജിത്ത് പറഞ്ഞു, CCTV ദൃശ്യങ്ങളല്ലേ ഇല്ലാത്തുള്ളൂ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ സിറ്റിയിൽ എവിടെയെല്ലാം കണ്ടെത്താന്ന് പറയാം. പെട്ടെന്ന് ശങ്കർ പറഞ്ഞു, ഒരു ഐഡിയ ഉണ്ടെന്ന് പറയാം. എന്താ ഐഡിയ? CCTVനെക്കാളും വലിയ 2 CCTVകളല്ലേ അവനോടൊപ്പം ഉണ്ടായിരുന്നേ, ആ അഫ്ഷൽ ഷാനും. അവന്മാരെ പൊക്കിയിട്ടുണ്ട്, സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയും. ഓ ശരിയാ, അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, അവനെ പൊക്കാനുള്ള കാര്യങ്ങൾ നടത്ത. നിങ്ങൾ പോയിട്ട് വരാൻ പറയണം, പൊക്കിക്കൊണ്ടുപോവാ അവന്മാരെ. ഇനിയിപ്പൊ ആദ്യം അവന്മാരെ കുടിച്ച മുലപ്പാല് വരെ നമുക്ക് അവന്മാരെ കൊണ്ട് കക്കിച്ചിട്ടാണ് സത്യങ്ങൾ പറയിക്കാന്ന് പറയാ. ശരിയാ, ബൈബായി പറഞ്ഞ കാര്യം ശരിയാ. ഞങ്ങൾ പോയി അവന്മാരെ പൊക്കിക്കൊണ്ട് വരാന്ന് പറയാ. അവന്മാര് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കാര്യം പറയും. ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെ ആദ്യം അവന്മാരുടെ അടുത്തേക്കല്ലേ പോകത്തുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ്. ഈ സമയത്ത് ശങ്കറിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പൊ ഗൗരിയായിരുന്നു വിളിച്ചേ. എന്താ ഗൗരി, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ സൗണ്ട് കേട്ടാൽ നിനക്ക് ഇരിക്കത്തില്ലേന്ന് ചോദിക്കും. അത് ശങ്കർ ഇപ്പൊ എവിടെയാ? ഞാൻ കുറച്ച് ദൂരത്താ, എപ്പോഴങ്ങോട്ട് വരുന്നേ? ഇപ്പോഴെങ്ങും വരത്തില്ല എന്ന് പറയണം. എന്താ ഗൗരി, എന്താ കാര്യം എന്ന് ചോദിക്കുക. അതെ, കമലെടുത്തിട്ട് ഒരു മെഡിസിൻ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു, അപ്പൊ അതൊന്നും മേടിക്കണം. ഞാൻ എന്താ പുറത്ത് പോയിട്ട് വരാം. മൊബൈലൊന്ന് ചാർജ് കുത്തിയിരുന്നു, അതുകൊണ്ടാണ് ശങ്കറിനെ വിളിച്ചു പറഞ്ഞിട്ട് പോകാന്ന് കരുതിയത്. അതെ, നീ പോകണ്ടെന്ന് പറയണം. അതെന്താ ഞാൻ പോയാല്? ഒറ്റയ്ക്ക് പോകണ്ട. എന്താ, ഞാൻ എന്റെ വീട്ടുതടങ്കലിലാണ്, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ, എന്തേലും കാര്യമില്ല ഞാൻ പറയത്തില്ലോ, നീ ഒറ്റയ്ക്ക് പോയ അപകടമാണെന്ന് പറയാ. പെട്ടെന്ന് ഗൗരീശ് അതെന്താന്ന് ചോദിക്കുമ്പോൾ ശങ്കറിന് അപകടം വളർത്ത് ദൈവം അറിയാതെ നാവിന്ന് വീണു പോയല്ലോ എന്നോർത്ത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കണ്ടത്. ഇനിയിപ്പൊ ധ്രുവനെ കണ്ടെത്തും ശങ്കർ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.